ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 4 പാർട്ട് 11 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോജിക് ഗേറ്റ്സിലെ നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്, നെക്സ്റ്റ് എക്സ് ഓർ ഗേറ്റ്, എക്സ് നോർ ഗേറ്റ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇതോടെ നമ്മൾ ലോജിക് ഗേറ്റ്സ് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്സ് ആണ് ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റം. എന്താണ് ഓട്ടോമേഷൻ? മോഡേൺ ആയിട്ടുള്ള യുഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓട്ടോമേഷൻ. ഇന്ന് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും, ഏത് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, വാഹനങ്ങളായിക്കോട്ടെ, അതിലൊക്കെ മനുഷ്യൻ്റെ ഇൻ്റർവെൻഷൻസ് കുറച്ചുകൊണ്ട്, മനുഷ്യൻ്റെ കൈകടത്തൽ കുറച്ചുകൊണ്ട് എല്ലാതും ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ, മൈക്രോ പ്രോസസ്സറുടെ സഹായത്തോടെ, റോബോട്ട്സുകളുടെ സഹായത്തോടെ, ഡിഫറെൻ്റ് കൺട്രോൾ സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ എക്യുപ്മെൻസും അതുപോലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന, മനുഷ്യൻ്റെ ഇൻ്റർവെൻഷൻസ് കുറച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റംസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക് കൺട്രോൾ by the use of various control systems for operating equipment with minimal or reduced human intervention. മനുഷ്യൻ്റെ ഇൻ്റർവെൻഷൻസ് കൈകടത്തൽ കുറച്ചുകൊണ്ട് വ്യത്യസ്ത എക്യുപ്മെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വേരിയസ് കൺട്രോൾ സിസ്റ്റംസ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഓട്ടോമേഷൻ എന്ന് വിളിക്കുന്നത്. അഥവാ മനുഷ്യൻ്റെ കൈകടത്തുകൾ കുറച്ചുകൊണ്ട് നമ്മൾ വ്യത്യസ്ത എക്യുപ്മെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വ്യത്യസ്ത വർക്കുകൾ ചെയ്യാൻ നമ്മൾ ഡിഫറെൻ്റ് കൺട്രോൾ സിസ്റ്റംസ് ഉപയോഗിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഓട്ടോമേഷൻ എന്ന് വിളിക്കുന്നത്. ഓട്ടോമേഷൻ വ്യത്യസ്ത തലങ്ങളിലുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഫുഡ് ഐറ്റം പാക്ക് ചെയ്ത് വിൽക്കുന്നത്, അതുണ്ടാക്കി പാക്ക് ചെയ്ത് വിൽക്കുന്നത്, അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമേഷൻ വരുന്ന സിസ്റ്റം ആകുമ്പോൾ, പഴയ കാലത്തുള്ള സിസ്റ്റം ആണെങ്കിൽ ആദ്യം നമ്മളൊരു ചട്ടിയിൽ അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ അത് ഉണ്ടാക്കി അതിനെ പിന്നെ നമ്മൾ ചൂടാക്കി പിന്നെ എന്ത് ചെയ്തു, അത് നമ്മളൊരു കവറിലേക്ക് പാക്ക് ചെയ്ത് അത് ആ കവർ നമ്മൾ ഒട്ടിക്കുന്നു. ഇങ്ങനെ നമ്മൾ അപ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ ഒരാൾ വേണം, അത് ചൂടാറ്റാൻ ഒരാൾ, നെക്സ്റ്റ് അത് പാക്ക് ചെയ്യാൻ ഒരാൾ, ഒട്ടിക്കാൻ വേറൊരാൾ, ഇങ്ങനെ പിന്നെ ആ കവറിന്മേൽ സ്റ്റിക്കർ, നമ്മൾ കമ്പനി നെയിം ഒട്ടിക്കാൻ വേറൊരാൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവിടെ ഓരോ ആൾക്കാരെയും ഇൻ്റർവെൻഷൻ വരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ലേബർ ആവശ്യമാണ് കൂടുതൽ. അത് മാത്രമല്ല, ഈ ലേബർ ചിലപ്പോൾ ക്ഷീണിക്കുമ്പോൾ അവിടെ മാത്രമല്ല ഓരോ ലേബറിൻ്റെയും എഫിഷ്യൻസി വ്യത്യാസമാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എന്നാൽ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരു ഫുൾ ഓട്ടോമേറ്റഡ് മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഫുഡ് മേക്ക് ചെയ്യുന്ന ആ മെഷീൻ തന്നെ അതിൻ്റെ കുറച്ചപ്പുറത്ത് മേക്ക് ചെയ്ത ഫുഡ് തണുപ്പിക്കുന്നു, അതിനപ്പുറത്ത് അതിൽ നിന്ന് നേരെ പോയിട്ട് ഒരു പാക്കിലേക്ക് ചാടുന്നു, ആ പാക്കിൽ നിന്ന് നേരെ പാക്ക് പോയി ഒട്ടിക്കാൻ വേറൊരു സിസ്റ്റം. ഇങ്ങനെ ഇതൊക്കെ ഒരുപാട് കൺട്രോൾ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് ഒരൊറ്റ മെഷീന്, ഒരു വലിയ മെഷീൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ഈ ഫുഡ് ഐറ്റംസ് പാക്ക് ചെയ്യുന്നതിൽ, പ്രൊഡ്യൂസ് ചെയ്ത് പാക്ക് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒറ്റ ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് ഈ ഒരുപാട് സിസ്റ്റംസ് ഇത് പാക്ക് ചെയ്യാൻ ഒരു മെഷീൻ, ഇതൊക്കെ മെഷീൻസൊക്കെ ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് അതിന് നമ്മളൊരു കമ്പ്യൂട്ടർ കൊണ്ട് കൺട്രോൾ ചെയ്ത് അവിടെ നമുക്ക് ഒറ്റ ആൾ മതി ഇത് കൺട്രോൾ ചെയ്യാൻ, 1-2 ആളൊക്കെ മതി കൺട്രോൾ ചെയ്യാൻ. ഇനി 2-3 ആൾ വന്നാൽ തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി കൂടും. ജസ്റ്റ് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ മാത്രം 1-2 ആൾക്കാർ മതി. അതിന് കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ച് എല്ലാതും എഫിഷ്യൻ്റായിട്ട് നടക്കുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ആളുകൾ മതി. അപ്പോൾ അവിടെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് കുറയും. അപ്പോൾ അവിടെ എന്താണ്, പാക്കിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ, അതുപോലെ ഫുഡ് ചൂടാകും, കറക്റ്റ് ഹീറ്റിൽ അത് ചൂടാകും, എല്ലാ ഫുഡ് ഐറ്റംസും ഒരേ ക്വാളിറ്റിയിൽ വരും, എല്ലാ പാക്കിങ്ങും ഒരേ അളവ് വരും. എന്താണ് അവിടെ ആ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആയതുകൊണ്ട് അവിടെ മെക്കാനിക്കൽ ഹൈഡ്രോളിക് സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ നമ്മൾ ഇതിനെ ചലിപ്പിക്കുന്നത്. അതുപോലെ ഇത് പാക്ക് ചെയ്യുന്നത് നമ്മൾ റോബോട്ട്സ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പാക്കിംഗ് സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും മനുഷ്യൻ ക്ഷീണിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം വരുന്നില്ല. അതുപോലെ എല്ലാത്തിലും ഒരേ ക്വാളിറ്റി വരും. അതുപോലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഓട്ടോമേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ലേബറിനെ സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല എനർജി, മെറ്റീരിയൽസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും അവിടെ. അതുപോലെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, പ്രിസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ലേബർ സേവ് ചെയ്യാം, എനർജി സേവ് ചെയ്യാം, മെറ്റീരിയൽ സേവ് ചെയ്യാം, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാം, പ്രിസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാറിൻ്റെ കേസിലാണെങ്കിൽ ഒരു കാർ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓട്ടോമേഷൻ ആൻഡ് മോഡേൺ ആയിട്ടുള്ള കാറുകൾ വരുന്നുണ്ട്. ഒരു കാറിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ സിസ്റ്റം, ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം, ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഓട്ടോമാറ്റിക് പാർക്കിംഗ് കൺട്രോൾ സിസ്റ്റം. ഇനി ഒരു വാഹനത്തിൽ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഓട്ടോമേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ഒരു കാറിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ കേസിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, അഡാപ്റ്റീവ് നോയ്സ് കൺട്രോൾ സിസ്റ്റം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇനി റോബോട്ടിക്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ റോബോട്ടിക് സർജിക്കൽ കൺട്രോൾ സിസ്റ്റംസ്. ഒരുപാട് ഈ ഓട്ടോമേഷൻ ഇന്ന് മോഡേൺ ആയിട്ടുള്ള സിസ്റ്റംസിൽ ഈ ഓട്ടോമേഷൻ ഇല്ലാത്ത ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കുറവാണ്. ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമേഷൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരുപാട് കൺട്രോൾ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഓട്ടോമേഷൻ ചെയ്യുന്നത്. അത് മെക്കാനിക്കൽ സിസ്റ്റംസ് ആവാം, ഹൈഡ്രോളിക് സിസ്റ്റംസ് ആവാം, ന്യൂമാറ്റിക് സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ആൻഡ് ഇതിൻ്റെയൊക്കെ മൊത്തം കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഓട്ടോമേഷൻ ചെയ്യുന്നത്. ഇനി സിമ്പിളായിട്ടുള്ള ഒരു കാറിൻ്റെ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. ഈ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്കിഡിങ് ഒഴിവാക്കിയിട്ടുള്ള ബ്രേക്ക് സിസ്റ്റമാണ്. അഥവാ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ആ ബ്രേക്ക് ഫോഴ്സിനെ സെൻസ് ചെയ്തിട്ട്, ഒരു സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്തിട്ട് അത് നമ്മളൊരു ആക്ച്വേറ്റർ ആവുന്ന ഒരു ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ച്, ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചിട്ട് അതിനെ പമ്പ് ചെയ്തിട്ട് ആ ബ്രേക്ക് ഫോഴ്സിനെ അഥവാ ബ്രേക്ക് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്തിട്ട് ആ ബ്രേക്ക് ഫ്ലൂയിഡിനെ നമ്മൾ വാൾവ് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ബ്രേക്കിലേക്കും ഡിസ്ക് ബ്രേക്കിലേക്കും കൊടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ആ ഒരു ബ്രേക്കിനെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ആ വാഹനത്തിൻ്റെ സ്പീഡ് എത്രത്തോളം ഇത് കൺട്രോൾ ആയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ സ്പീഡ് സെൻസേഴ്സ് ഉപയോഗിച്ച് വീണ്ടും അതിന് ഫീഡ്ബാക്ക് നമ്മൾ വണ്ടി നിന്നിട്ടുണ്ടോ ഇല്ലേ എന്നതിനനുസരിച്ച് കൂടുതൽ ബ്രേക്ക് ഫോഴ്സ് കൊടുക്കണോ ഇല്ലേ, അതല്ല വണ്ടി വീല് നിന്നിട്ടുണ്ട് പക്ഷെ വണ്ടി നിന്നിട്ടില്ല, സ്കിഡായി പോകുന്നുണ്ട്, അപ്പോൾ വീണ്ടും നമ്മൾ റിലീസ് ചെയ്ത് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ പൾസേറ്റ് ചെയ്ത് നമ്മൾ കൊടുത്ത് ചെയ്യുന്നതിനെയാണ് ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് സിസ്റ്റംസ്, ന്യൂമാറ്റിക് ഹൈഡ്രോളിക് സിസ്റ്റംസ് ന്യൂമാറ്റിക് സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രോണിക് സിസ്റ്റം, സെൻസറുകൾ, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യും. ഇതെല്ലാത്തിൻ്റെയും കോമ്പിനേഷനാണ് ഈ ഒരൊറ്റ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുപോലെയാണ് എല്ലാ സിസ്റ്റംസും, ഓട്ടോമേഷൻ ഏതായിക്കോട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫുഡ് ഇൻഡസ്ട്രീസിലാണെങ്കിലും ഇതുപോലത്തെ ഹൈഡ്രോളിക്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ, ന്യൂമാറ്റിക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക് സിസ്റ്റംസിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ഓട്ടോമേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസിലൊക്കെ ആണെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് സംഭവങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇംപ്രൂവ് ക്വാളിറ്റി കൂട്ടാൻ പറ്റും.
പ്രഡിക്റ്റബിലിറ്റി ഓഫ് ക്വാളിറ്റി. നമ്മൾ ക്വാളിറ്റി ഇത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ലേബറാണ് ഇത് ഉണ്ടാക്കുന്നത്, മനുഷ്യനാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ഒരാൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്, ക്വാളിറ്റി കുറയും. അതുപോലെ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാണെങ്കിൽ ഒരാൾ ലീവായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അവിടെ എന്താണ്, ക്വാളിറ്റിനെ ബാധിക്കും. അപ്പോൾ അവിടെ ക്വാളിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ വെറും മെഷീൻസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇമ്പ്രൂവ്ഡ് റോബസ്റ്റ്നെസ്, കൺസിസ്റ്റൻസി, അഥവാ എപ്പോഴും ഒരേ ക്വാളിറ്റി നിലനിർത്താൻ പറ്റും. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺസിസ്റ്റൻസി ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ കൺസിസ്റ്റൻസി, നമ്മൾ സ്ഥിരമായിട്ട് എന്നും ഒരേ എണ്ണം നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. ലേബേഴ്സ് ആകുമ്പോൾ എന്നും ഒരുപോലെ ഉള്ള ഔട്ട്പുട്ടിൻ്റെ കൺസിസ്റ്റൻസി, ക്വാളിറ്റീൻ്റെ കൺസിസ്റ്റൻസി, പ്രോസസ്സിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു ഓട്ടോമേഷൻ കൊണ്ട്. അതുമാത്രമല്ല റെഡ്യൂസ്ഡ് ഡയറക്റ്റ് ഹ്യൂമൻ ലേബർ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ്. ഡയറക്റ്റ് ഹ്യൂമൻ ലേബർ ആൻഡ് എക്സ്പെൻസസ് കോസ്റ്റുകൾ കുറക്കാൻ പറ്റും. ഇത്രയും അഡ്വാൻറ്റേജസ് ഓട്ടോമേഷൻ ഉണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്. കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഫിസിക്കൽ എലമെൻറ്റ്സ് കണക്റ്റഡ് ഇൻ സച്ച് എ മാനർ സോ ആസ് ടു റെഗുലേറ്റ് ഇറ്റ് സെൽഫ് ഓർ സം അതർ ഡിവൈസ് സിസ്റ്റം. ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ സ്വന്തത്തെയോ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ഫിസിക്കൽ എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നതിനാണ് ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഫിസിക്കൽ എലമെൻറ്റ്സ്. ഒരുപാട് ഫിസിക്കൽ എലമെൻറ്റ്സിൻ്റെ കോമ്പിനേഷനാണ്. കണക്റ്റഡ്, അഥവാ കണക്ട് ചെയ്തിട്ടുണ്ട്. സച്ച് എ മാനർ, അത് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, സോ ആസ് ടു റെഗുലേറ്റ് ഇറ്റ് സെൽഫ്, അതിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ സം അതർ ഡിവൈസ്, അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിനെ അല്ലെങ്കിൽ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫിസിക്കൽ എലമെൻറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, അത് എക്സാമിന് നിങ്ങളോട് ചോദിക്കും. കൺട്രോൾ സിസ്റ്റം ആൻഡ് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്താണെന്നൊക്കെ ഒരു 7 മാർക്കിനൊക്കെ ചോദിക്കാൻ മതി. അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെയാണ്. നമ്മൾ കൊടുക്കുന്ന ഏതൊരു കൺട്രോൾ സിസ്റ്റത്തിൽ ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഒരു കൺട്രോൾ ചെയ്യുന്ന ആളുണ്ടാവും, പ്രോസസ്സ് അത് ചെയ്യുന്ന ആ പ്രോസസ്സ് വർക്ക് ഉണ്ടാവും, അതിനൊരു ഔട്ട്പുട്ട് കിട്ടും. പിന്നെ ഔട്ട്പുട്ടിൻ്റെ ഇടയിൽ നമ്മൾ ഫീഡ്ബാക്ക് തിരിച്ച് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം ആണെങ്കിൽ തന്നെ ആ ബ്രേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്നു, അതാണ് ബ്രേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. ആ ABS കൺട്രോൾ യൂണിറ്റ്, ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം യൂണിറ്റ് എന്ത് ചെയ്യുന്നു, ആ കൺട്രോളർ അതിനെ എന്താ ചെയ്യുക, ആ പ്രോസസ്സ് ചെയ്യുന്നു, ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വണ്ടി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം സ്പീഡ് കുറഞ്ഞു, അതായത് ഫീഡ്ബാക്ക് സിഗ്നൽ നമ്മൾ സ്പീഡ് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഫീഡ്ബാക്കായിട്ട് തിരിച്ച് ഇൻപുട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ വീണ്ടും സ്പീഡ് കുറഞ്ഞു, പക്ഷെ എന്താണ്, വണ്ടി തീരെ നിന്നിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇൻപുട്ട് എന്താണ്, കൺട്രോളർ എന്ത് ചെയ്യും, ഒന്നും കൂടി ബ്രേക്ക് ഫോഴ്സ് ഇൻക്രീസ് ചെയ്തിട്ട് ഒന്നും കൂടി ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യുന്നത് കൂട്ടിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട്. ഇനി ഒരു ഒരു കോളേജിൽ നമ്മൾ ഓട്ടോമേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ടീച്ചർ ടീച്ച് ചെയ്യുന്നു, അത് കൺട്രോൾ ചെയ്യുന്ന കൺട്രോളർ എന്താണ്, ഇൻപുട്ട് നമ്മൾ ഈ ഒരു HOSമാർ ഇത് കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ പ്രോസസ്സ് നടക്കുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ സ്റ്റുഡൻസിന് ഫീഡ്ബാക്ക് എടുത്തിട്ട് വീണ്ടും എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് വീണ്ടും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് ആ കൺട്രോളിൽ HOSമാർ വീണ്ടും ഇത്ര കുട്ടികൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ആ ക്ലാസ് വീണ്ടും എടുത്തെടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിച്ച് വീണ്ടും ഇങ്ങനെ ഒരു എന്താണ്, ക്ലോസ്ഡ് ലൂപ്പായിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇതല്ലാതെ വൺ സൈഡ് ആയിട്ടുള്ള ജസ്റ്റ് ഇൻപുട്ട് കൊടുക്കുന്നു, കൺട്രോൾ ചെയ്യുന്നു, പ്രോസസ് ഔട്ട്പുട്ട് എടുക്കുന്നു, ഫീഡ്ബാക്ക് ഇല്ലാത്തതുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തുള്ളത്. ഇനി എന്താണ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദി പാസ്റ്റ് ഓർ പ്രസൻറ്റ് ഔട്ട്പുട്ട് വിച്ച് ഈസ് ഫെഡ് ബാക്ക് ടു ദി ഇൻപുട്ട്. നമ്മൾ കൊടുത്ത ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടിൻ്റെ ഒരു പാർഷ്യൽ അല്ലെങ്കിൽ കുറച്ച് അത് നമ്മൾ തിരിച്ച് ഇൻപുട്ടിലേക്ക് തന്നെ കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ
എന്താണ് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോസസ്സിനെ വീണ്ടും അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ചെറിയ ഭാഗം തിരിച്ച് ഇൻപുട്ടിലേക്ക് തന്നെ കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്ക് ഉള്ള സിസ്റ്റം ഉണ്ട്, ഫീഡ്ബാക്ക് ഇല്ലാത്ത സിസ്റ്റം ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഫീഡ്ബാക്ക് ഉണ്ടാവില്ല. ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ അവിടെ ഫീഡ്ബാക്ക് ഈസ് പ്രസൻറ്റ്, ഫീഡ്ബാക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഇതാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇനി നിങ്ങൾ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം വരക്കാൻ പറ്റും. എന്നാൽ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണെങ്കിൽ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ഈ ഒരു ഫീഡ്ബാക്ക് ഇല്ലാതെ ഡയറക്റ്റ് ഇത്ര മാത്രം വരച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആയി. ഫീഡ്ബാക്ക് ഇല്ലാതെ ഡയറക്റ്റ് ഇൻപുട്ട് കൺട്രോൾ പ്രോസസ്സ് ഔട്ട്പുട്ട് ചെയ്യുന്നു, അവിടെ ഫീഡ്ബാക്ക് ഒന്നും എടുക്കുന്നില്ല. അങ്ങനത്തെ കേസ് ആകുമ്പോൾ അത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണ്. ഫീഡ്ബാക്കും കൂടി ഉണ്ടെങ്കിൽ ഇതാണ് ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അതാണ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും നല്ലത്. ഏറ്റവും നല്ലത് എന്താണ്, ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണ്. അപ്പോൾ കൺട്രോൾ സിസ്റ്റം രണ്ട് തരത്തിലുണ്ട്, ഓപ്പൺ ലൂപ്പ് ഉണ്ട്, ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്. ഓപ്പൺ ലൂപ്പ് ആകുമ്പോൾ ഫീഡ്ബാക്ക് ഉണ്ടാവില്ല, ക്ലോസ്ഡ് ലൂപ്പ് ആകുമ്പോൾ ഫീഡ്ബാക്ക് ഉണ്ടാവും. ഇങ്ങനെയാണ് ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം വരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ മൊഡ്യൂൾ ലാസ്റ്റ് ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻസ് ഓഫ് കൺട്രോൾ സിസ്റ്റം. ആപ്ലിക്കേഷൻ ഒരുപാട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സാമ്പിൾ ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇപ്പോൾ തരികയാണ്. റോബോട്ടിക്കൽ മൈക്രോ സർജിക്കൽ ഡിവൈസ്, ഒരു എന്താണ് സർജറി ഓട്ടോമാറ്റിക്കായിട്ട് റോബോട്ടിക്കലായിട്ട് നടത്തുന്ന സർജിക്കൽ ഡിവൈസ്. റോബോട്ടിക് ഇത് ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതാണ് റോബോട്ടിക്കായിട്ട് മൈക്രോ സർജിക്കൽ ഡിവൈസ്. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വളരെ നേർത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നടത്തുന്ന സർജറികൾ, അത് റോബോട്ടിക് മൈക്രോ സർജിക്കൽ ഡിവൈസ് എന്ന് പറയും. എന്നാൽ നെക്സ്റ്റ് വണ്ടിൻ്റെ കേസിൽ വരുന്ന എക്സാമ്പിളാണ് ഓട്ടോമാറ്റിക് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സ്പീഡ് കൺട്രോൾ സിസ്റ്റം. നമ്മുടെ വണ്ടീൻ്റെ സ്പീഡിനെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള സ്പീഡ്, ഇപ്പോൾ 60 km/h നമുക്ക് ഒരു ഹൈവേയിൽ, എക്സ്പ്രസ് ഹൈവേയിലൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സ്ഥലത്ത് ദീർഘദൂര യാത്രകളിൽ നമ്മൾ 60 km/h സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം 60 km/h മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ആക്സലറേറ്റർ പെഡൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ 60 km/h അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇൻ കേസ് കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ വരികയാണെങ്കിൽ, ചെറിയ നിലക്ക് വരികയാണെങ്കിൽ, വലിയ കയറ്റങ്ങൾ ഇറക്കങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും, ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഓഫ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ വരുമ്പോൾ സ്പീഡിൽ വേരിയേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ മൊഡ്യൂൾ ആ സ്പീഡിനെ കോൺസ്റ്റൻ്റായി നിലനിർത്തി ആ വാഹനത്തെ ഒരേ സ്പീഡിൽ വാഹനം ഓടിച്ചുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ലൈബ്രറി. ഡിജിറ്റൽ ലൈബ്രറി ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. നിങ്ങൾ കോളേജുകളിലൊക്കെ ലൈബ്രറി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മളെങ്ങാനും ലൈബ്രറിയിൽ നിന്ന് ബുക്കുകൾ ഇഷ്യൂ ചെയ്യാതെ എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അലാറം അടിച്ചിട്ട് അത് അറിയിക്കും. അതുപോലെ ഇഷ്യൂ ചെയ്തതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ രജിസ്റ്റർ ആകും. അതൊക്കെ അങ്ങനത്തെ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽസിലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഇൻ കേസ് പുറത്തെ ടെമ്പറേച്ചർക്ക് അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഓണാക്കി കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് 19 ഡിഗ്രി അല്ലെങ്കിൽ 22 ഡിഗ്രി നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പുറത്തെ ടെമ്പറേച്ചർക്ക് അനുസരിച്ച് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടെമ്പറേച്ചറുകളൊക്കെ സെൻസ് ചെയ്തിട്ട് നമുക്ക് കംഫർട്ടായിട്ടുള്ള ആ ടെമ്പറേച്ചർ, സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ നമ്മൾ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം. നെക്സ്റ്റ് ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, പാർക്കിംഗ് ഡിസ്റ്റൻസ് കൺട്രോൾ സിസ്റ്റം, എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. വണ്ടിൻ്റെ ലോഡ് സ്പീഡൊക്കെ അനുസരിച്ച് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് നല്ല കറക്റ്റ് മൈലേജിൽ വണ്ടി എൻജിൻ മാനേജ് ചെയ്യുന്ന
കറക്റ്റ് പവർ മൈലേജ് കിട്ടുന്ന സിസ്റ്റമാണ് എൻജിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതുപോലെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. എക്സാമ്പിൾ ആപ്ലിക്കേഷൻസ് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. ഇൻഡസ്ട്രിയിലെ നമ്മൾ ഫുഡ് പ്രോസസ്സിങ്, ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്റ്റീൽ മേക്കിംഗ് ആണെങ്കിലും ഫുഡ് പ്രോസസ്സിങ് ആണെങ്കിലും എല്ലാ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലും ഇന്ന് ഓട്ടോമേഷൻ, ഇപ്പോൾ കാർ മാനുഫാക്ചറിങ് ഒക്കെ ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻ, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് മോഡേൺ ആയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് എക്സെട്ര എന്ന് കൊടുത്തതുള്ളത്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് കൺട്രോൾ സിസ്റ്റം. ഇതോടെ നമ്മൾ മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, താങ്ക്സ്.